ഹലോ, അസ്സലാമു അലൈക്കും. ഹൗ ആർ യു? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, പിന്നെ സബ് അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ, കൺഫ്യൂഷൻ ആയിരിക്കും അറിയില്ലല്ലോ. ഇപ്പം നമ്മളെ ശരീരം ഞാൻ പറഞ്ഞില്ല കംപ്ലീറ്റ് എം ടി ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ബേസിക്കായിട്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും അങ്ങനത്തെയാണ്. അപ്പോൾ ടേബിളും അങ്ങനത്തെയാണ് ആറ്റം കൊണ്ട് ഉണ്ടാക്കിയ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്, വലിയ സ്പേസ് ഉണ്ട്. 99.999% സ്പേസാണ് കുറഞ്ഞ പദാർത്ഥമുള്ളതിൽ. അപ്പം അതുകൊണ്ട് നമ്മളതിന് മുകളിൽ കൈ വെച്ചാൽ കൈയാണ് താന്നുകൊണ്ട് ശരിക്കും നമ്മൾ നമുക്കൊരു സാധനം ശരിക്കും നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഒരു സാധനം പിടിക്കാൻ കഴിയില്ല. പിടിക്കുമ്പോൾ അതിനുള്ളിൽ കൂടെയാണ് പോകുന്നത്, വീണു. ഇങ്ങനെ പിടിക്കാനുള്ള ഇതിൽ നമുക്കില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി സോളിഡ് അല്ല, അത് സോളിഡ് ആയിട്ട് തോന്നുക നമുക്ക്, മനസ്സിലായില്ലേ. അപ്പം ഞാൻ പറഞ്ഞാൽ അപ്പം ഒരു മതിൽ, ഇപ്പം എൻ്റെ മുന്നിൽ ഒരു മതിലുണ്ട് അല്ലേ. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ പിന്നെ ഇടപെടലിൽ എനിക്ക് ആ മതിലിൽ കൂടി നടന്നു പോവാം. മതിൽ പ്രശ്നമല്ല, കാരണം മതിലിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, എൻ്റെ ശരീരത്തിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, അങ്ങനെ നടന്നു പോവാം. അതെന്തുകൂടെ പോയത് അതിൻ്റെ ഇടയിലുള്ള ഇലക്ട്രോൺസിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. അത് നമ്മൾ തടഞ്ഞെടുത്ത്, കാരണം അതിൻ്റെ റിപ്പൾഷൻ ഉണ്ടാവും. അത് സിമിലർ ആയിട്ടുള്ള ഒരേ പിന്നെ ഇതിലുള്ള പൊളാരിറ്റി ഉള്ള പിന്നെ ഇലക്ട്രോൺസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെഗറ്റീവ് ഫോഴ്സാണ് ഇലക്ട്രോൺ, വേറെ നെഗറ്റീവ് ഫോഴ്സിനെ അത് റിപ്പൽ ചെയ്യും, അതിന് അടുത്തേക്ക് പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സാധനങ്ങൾ പിടിക്കാനും എടുക്കാനും പിന്നെ എന്തെങ്കിലും സാധനത്തിൽ ടേബിളിൽ നമ്മൾ കൈ വെക്കാനൊക്കെ സാധിക്കില്ല. കൈ വെച്ചിട്ട് കൈ കൊണ്ട് തന്നു പോകും ഉള്ളിലേക്ക്, മനസ്സിലായില്ലേ. കാരണം ഒക്കെ സ്പേസാണ്, ഒഴിവാന്നൊക്കെ നമ്മൾ കാണുന്ന മാതിരിയില്ല. പിന്നെ വേറൊന്നുള്ളത്, നമ്മളെ കാഴ്ച വളരെ കുറവാണ്. ഇവിടെയുള്ള പല കാര്യങ്ങളും, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല, അത് നമ്മൾ കേൾക്കുന്നില്ല. നമ്മളതിൻ്റെ ചെറിയ ശതമാനം നമ്മൾ കാണുന്നുള്ളൂ, ചെറിയ ശതമാനം കേൾക്കുന്നുള്ളൂ, മനസ്സിലായില്ലേ. ആ ബാക്കിയെല്ലാം നമ്മളൊരു വളരെ എന്താ പറയുക, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് നമ്മൾ. ഇപ്പം എല്ലാ ജീവികളും തന്നെയാണ്. പക്ഷെ എന്നാലും അത് അതിനെക്കാട്ടിയൊക്കെ കൂടുതൽ നമുക്ക് ഒരുപാട് ഇതുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അതങ്ങനെ ഒരു കാര്യം. പിന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പിന്നെ നമ്മളെ പൊതുവെ 3 ഡയമെൻഷൻ ബീങ്സ് എന്ന് പറയാം, മനുഷ്യരെ അതുപോലെ തന്നെ മറ്റു ജീവികളൊക്കെ 3 ഡയമെൻഷൻ ബീങ്സ് ആണ്. സിംഗിൾ ഡയമെൻഷൻ എന്താണ്? സിംഗിൾ ഡയമെൻഷൻ എന്നാൽ ഒരു വര, ആ വരയിൽ അങ്ങോട്ട് പോവുക അങ്ങോട്ട് വരിക, വേറെ ഒന്നുമില്ല, അതിനാണ് സിംഗിൾ ഡയമെൻഷൻ അറിയാം. അപ്പോൾ അവർക്ക് മേലെയും താഴെയൊന്നുമില്ല, ഇങ്ങനെ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ അത് സിംഗിൾ ഡയമെൻഷൻ. 2 ഡയമെൻഷൻ എന്നുള്ള എന്താണ്? 2 ഡയമെൻഷൻ നമ്മൾ കടലാസിൽ ചിത്രങ്ങളൊക്കെ വരക്കുന്നില്ലേ, കടലാസിൽ ചിത്രങ്ങളൊക്കെ വരഞ്ഞാൽ അത് 2 ഡയമെൻഷനാണ്. കാരണം അതിൽ വീതി നീളമുണ്ട്, അതിൽ നമ്മളിങ്ങനെ വരക്കും, അതിലിങ്ങനെ വരക്കുന്നൊക്കെ പരന്നിട്ട് വരും അല്ലേ. നമ്മളൊരു കൈ വരച്ച കൈ ഇങ്ങനെ പരന്നിട്ടുണ്ടോ, കൈയിൻ്റെ രൂപം ഉണ്ടാവില്ലേ. രൂപം ചിലരൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കും, പക്ഷെ എന്നാലും അത് പറഞ്ഞിട്ടാണല്ലോ. നമ്മൾ കടലാസ് വരക്കുന്ന ചിത്രങ്ങൾ പറഞ്ഞാൽ അത് 2 ഡയമെൻഷനാണ്, മനസ്സിലായില്ലേ. 3 ഡയമെൻഷൻ എന്നാൽ അതിന് നീളം വീതി ഹൈറ്റും ഉണ്ടാവും. അപ്പം നമ്മളെ കാഴ്ച, നമ്മളെ വിഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ അത് 3 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷൻ നമുക്കെല്ലാം കാണാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ 4 ഡയമെൻഷൻ എന്നുള്ള ഒരു ജീവി ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമ്മളൊന്നും കാണുന്നില്ല, ചിലപ്പോൾ വേറെ ജീവികളും കൂടെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ തീരെ പറഞ്ഞില്ലേ ജിന്നുകളെ പറ്റിയിട്ട്. ആ ജിന്നുകൾ പറഞ്ഞ ജീവികൾ ഇവിടെ ഉണ്ടാവും, വരാൻ കഴിയില്ല, കാരണം അവരെ സൃഷ്ടിച്ച് വേറെ മെറ്റീരിയലാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അതുപോലെ തന്നെ പുതിയ പിന്നെ ഇത് ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി ഇതൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പല സാധനങ്ങൾ നമ്മളൊക്കെ ഉണ്ടാക്കി നമുക്ക് അറിയാൻ കഴിയില്ല, മനസ്സിലായി. അപ്പോൾ ഇതിൽ പറ്റിയിട്ട് 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ ബീങ്സാണ് നമ്മളൊക്കെ. എല്ലാ മനുഷ്യരും 3 ഡയമെൻഷൻ ബീങ്സാണ്. അപ്പോൾ നമുക്ക് ഒരു സാധനം കണ്ടാൽ അതിൻ്റെ നീളം ഹൈറ്റ് വീതി ഇങ്ങനെ കാണാം അല്ലേ. നീളം വീതി ഹൈറ്റ് അങ്ങനെ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു കാർ കണ്ടാൽ കാർ ഇങ്ങനെ കാണും. ശരിക്കും കാറിൻ്റെ രൂപമൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്തായാലും കാർ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. നമ്മളെ ബ്രെയിനിനെ പഠിപ്പിച്ച് അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിഷൻ. പിന്നെ നമ്മൾ കാണാത്ത വളരെ കുറഞ്ഞ ശതമാനം കാണുന്നുള്ളൂ. ആ കാണുന്നതിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ 3 ഡയമെൻഷനിലാണ് ഇപ്പോൾ കാണുന്നത്. അതോ 4 ഡയമെൻഷനിൽ നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികൾ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മളെ ബോഡിൻ്റെ പുറംഭാഗം മാത്രമല്ല കാണുക, ബോഡിയുടെ ഉൾഭാഗം കാണാം. നമ്മളെ ഉൾഭാഗം നമ്മളെ ബോഡിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ അല്ലേ, പിന്നെ ഓരോരോ പാർട്ടുകൾ അവർക്ക് കാണാം, ഹാർട്ട് ഇതൊക്കെ അവർക്ക് കാണാം. പിന്നെ മാത്രമല്ല അവർക്ക് ടൈമും കാണാം. ടൈം പറഞ്ഞാൽ ഓരോ സെക്കൻഡ്സും അവർക്ക് കാണാം. അപ്പോൾ 4 ഡയമെൻഷനിൽ കാണുന്ന ഒരു ജീവികളുടെ ഉണ്ടെങ്കിൽ
അവർക്ക് നമ്മളെ കഴിഞ്ഞ കാലം കാണാം, ഭാവി കാലം കാണാം. അവർക്ക് നമ്മളെ പറ്റി കംപ്ലീറ്റ് ഐഡിയ കിട്ടും. മനസ്സിലായില്ല? പക്ഷെ കണ്ടോല്ലോ. പക്ഷെ വേറെ ഏത് ജീവികളുണ്ടായിരിക്കാം, നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ എന്തൊക്കെയുള്ളത് നമുക്കറിയില്ലല്ലോ, നമുക്ക് വളരെ കുറഞ്ഞ അറിവല്ലുള്ളൂ. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ 3 ഡയമെൻഷനിലാണ്. 4 ഡയമെൻഷനിലുള്ള ജീവികളും ഉണ്ടായിരിക്കാം. അത് അവരെ കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. കാരണം അവർ ഇനി വേറെ ഏതെങ്കിലും പ്ലാനറ്റ് എന്നൊരു ജീവികൾ വന്നാലേ പക്ഷേ അവർ 4 ഡയമെൻഷനിലോ 5 ഡയമെൻഷനിലോ കാണുന്നത്. അപ്പോൾ അവർക്ക് എല്ലാം കാണാൻ പറ്റും. നമ്മളെ ശരീരം മാത്രം, ശരീരം ഉള്ളിലുള്ളതും നമ്മളെ ടൈം, നമ്മൾ എത്രയൊക്കെ എന്ന് തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ എത്തും, അവരുടെ ഭാവിയൊക്കെ അവർ കാണാം. മനസ്സിലായില്ലേ? 4 ഡയമെൻഷനിലേക്ക് 4 ഡയമെൻഷൻ വിഷനിലേക്ക് കഴിഞ്ഞ കാലം കാണാം, ഭാവിയിലുള്ള കാലം കാണാം. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലിപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ ഒന്നാമായിട്ട് നമുക്ക് ഈ ഇലക്ട്രോ ഡൈനാമിക് ഫോഴ്സിനെ പറ്റി നമ്മൾ പറയുന്നത് അത് നല്ല ക്ലിയർ ആയല്ലോ. അപ്പം അതായത് നമ്മളൊരു കാര്യം കണ്ടാലേ തുടങ്ങാൻ കഴിയുന്നതുകൊണ്ട് അപ്പം നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ഒരു ഇല്യൂഷനാണ്, സ്വപ്നം. ഇപ്പം നമ്മൾ സ്വപ്നം കാണുന്നില്ലേ? സ്വപ്നം കാണുന്നത് നമ്മൾ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് അവിടുന്ന് ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്തേക്കും സ്വപ്നം കാണുന്നത്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അതേപോലെ തന്നെ നമ്മുടെ ജീവിതം ഒരു സ്വപ്നമാണ്. ഇതൊക്കെ ഒരു റിയൽ അല്ല, ഇല്യൂഷനാണ്. ഓക്കെ. അപ്പം നമുക്കത് റിയലായിട്ട് തോന്നുന്നില്ല. അത് നമ്മൾ അതാണ് സൃഷ്ടി. സൃഷ്ടി പറഞ്ഞാൽ പടച്ചോൻ അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. ഇങ്ങനെ ലോകത്ത് കാണുന്നൊക്കെ നമ്മൾ നടക്കുന്നോ ഇരിക്കുന്നോ ഒക്കെ ഇതേ രൂപത്തിലല്ല, വേറെ രൂപത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ നമ്മളെ ബോഡിക്ക് ഒരു സോളിഡ് സ്റ്റേറ്റ് ഇല്ല. അത് സോളിഡ് അല്ലത്. സോളിഡായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇലക്ട്രോ ഡൈനാമിക് ഫോഴ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടും, പിന്നെ മാത്രമല്ല അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട്. ഇപ്പം നമ്മൾ രണ്ടാൾ ഇങ്ങനെ നിന്നാൽ ഈ ആൾ നിൽക്കുന്ന ആളെ നമുക്ക് കാണാം, അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ കാണുന്നില്ല അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒന്നാണ്. അയാളും ഞാനും ഒക്കെ ഒറ്റ ബോഡിയാണ്. ഒന്നായിട്ട് ഇങ്ങനെ കുറെ തരംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കാണുന്നത് നമ്മളങ്ങനെ പഠിപ്പിച്ചു. നമ്മൾ ഒരു സൃഷ്ടി നൽകാൻ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതികളേ ഉള്ളൂ, ആകെ പരിമിതിയാണ്. ഇപ്പൊ ഇവര് പറഞ്ഞ മാതിരി രവീന്ദ്രനൊക്കെ ഈ ടി വിയിലൊന്നും ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞ മാതിരി പറഞ്ഞ എന്താ ചിന്തിക്കാൻ കഴിയുന്നതാണ്. അവർക്ക് അവരെ തന്നെ അറിയില്ല. അവർക്ക് എത്രത്തോളം അറിയാമെന്നുള്ളതും അവരെ കഴിവുകൾ എന്തൊക്കെയുള്ളതെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവരിങ്ങനെ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ എന്തെല്ലാം. മാത്രമല്ല ഇതിൽ പ്രശ്നം തന്നെ ഈ രവീന്ദ്രൻ പ്രസംഗിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് 100-300 ആൾക്കാർ മുന്നിരിക്കുന്നുണ്ട്. ഇയാൾ മുഴുവൻ പറയുന്നൊക്കെ തെറ്റുകളാണ്, മണ്ടത്തരങ്ങളാണ്. അത് സയന്റിഫിക്കലായിട്ട് ട്രൂ അല്ലാത്ത കാര്യങ്ങൾ അയാൾ പറയുന്നത്. പക്ഷേ ഒരൊറ്റ മനുഷ്യൻ അവിടുന്ന് പറയുന്നത് ഈ 100-300 ആൾക്കാർ ഇരിക്കുന്നവർക്ക് ഒരാളെങ്കിലും അല്ല സാറേ ഇത് ഇങ്ങനെ അല്ലല്ലോ അങ്ങനെയല്ലോ പറയുന്നില്ല. കാരണം അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് അവർ ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവർ ശരിക്കും ഒന്നും അറിയാത്തതുകൊണ്ടാണ്. കാരണം അവര് അറിയിച്ച് 100-300 ആളിരിക്കുന്ന സ്ഥലത്ത് ഒരു തെറ്റ് പറഞ്ഞാല് ആ തെറ്റ് തിരുത്താൻ ആൾക്കാരുണ്ടല്ലോ അവിടെ പറയില്ലേ, അല്ല സാറേ അങ്ങനെയല്ല എന്ന് അവരെ കൊടുത്തിട്ടുണ്ടാവില്ല. അതൊന്നും ചെയ്യുന്നില്ല. കാരണം അവരുടെ ആൾക്കാരെല്ലാം മണ്ടന്മാരാണ്. അതാ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പം ഇതിലിപ്പോൾ ഈ കാര്യം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഒന്നാമായിട്ട് ഇതെല്ലാം നമ്മളെ സൂപ്പറായിട്ട് വെക്കുക. നമ്മൾ സൂപ്പറല്ല, മനസ്സിലായില്ലേ? നമ്മൾ സൂപ്പർ ബീങ് ആയിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ മുഴുവൻ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം ഇതിൽ ഒന്നാമായിട്ട് നമ്മുടെ സ്ട്രക്ചർ, നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ പറഞ്ഞാൽ ഇതേമാതിരി സോളിഡ് ആയിട്ടുള്ള ബോഡി നമുക്കില്ല. ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ഓട്ടയാണ്, കംപ്ലീറ്റ് കാലിയാണ്, മനസ്സിലായില്ലേ? വേറെ സാധനമുണ്ട് ഇവിടെ, ന്യൂട്രിനോസ് എന്ന സാധനമുണ്ട്. ന്യൂട്രിനോസ് എന്നാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു സാധനം, സബാറ്റോമിക് പാർട്ടിക്കിളാണ്. അത് ഇവിടെ കോടി എത്ര കോടിയാ പറയാൻ പറ്റില്ല. അത് ഇവിടെ എല്ലാം ഉണ്ട് നമ്മളെ മുന്നിൽ. അത് എങ്ങനെ നടക്കുന്നറിയോ? മൂപ്പർക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റെസിസ്റ്റൻസ് ഇല്ല. അത് മൂപ്പര് നമ്മുടെ ശരീരത്തിനുള്ളിൽ കൂടിയാണ് പോയിട്ട് അപ്പുറത്ത് കൂടി വരും. അങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെ വിടുക്കുകളൊക്കെ ഇങ്ങനെ മൂപ്പര് അകത്തേക്ക് പോകുന്നു, ശരീരത്തിന്റെ അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് ഇവിടെ ഉള്ളതാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഒന്നും കാണാൻ കഴിയുന്നില്ല നമുക്ക്. ഈ ചുറ്റുപാടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരുപാട് തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇവിടെ ഇങ്ങനെ പല വിധത്തിലുള്ള വേവ്സ് ഇവിടെ ഉണ്ട്. അതൊന്നും നമുക്ക് കാണുന്നില്ല. ആ വേവ്സൊക്കെയാണ് നമ്മൾ നിലനിർത്തുന്നത്, ശരി. അപ്പൊ അതാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ അറിവ് വളരെ പരിമിതമാണ്. നമുക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. നമ്മളെ കാഴ്ച വളരെ പരിമിതമാണ്. നമ്മൾ 3 ഡയമെൻഷണൽ ബീങ്സ് നമ്മൾ പറയാം. 3 ഡയമെൻഷൻ നമ്മൾ 3Dയിലാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള വിഷൻ നമുക്കില്ല. നമ്മൾ 4Dയിലോ 5Dയിലോ കാണാനുള്ള 5 ഡയമെൻഷനിലോ കാണാനുള്ള ഒരു കഴിവ് നമുക്കില്ല. അപ്പം അങ്ങനെ ഒരുപാട് പരിമിതികളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ഇത്രയും മനസ്സിലാക്കി പിന്നെ പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ.